പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ ചിന്ത ജയിച്ചവന്റെ ശക്തി. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 13-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. യേശു ക്രിസ്തു തന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപായി യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. അങ്ങനെ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. 40 ദിവസം ഒന്നും ഭക്ഷിക്കാതെ യേശു ആ മരുഭൂമിയിലായിരുന്നപ്പോൾ പിശാച് അവനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. പിശാച് യേശുവിന്റെ അടുക്കൽ വന്ന് 3 പ്രാവശ്യം പരീക്ഷിച്ചു. യേശു കർത്താവ് വചനത്താൽ ആ പരീക്ഷയെ ജയിച്ചു. അപ്പോൾ തന്റെ സകല പരീക്ഷയും തികച്ച ശേഷം യേശുവിനെ വിട്ട് കുറെ കാലത്തേക്ക് പിശാച് മാറിപ്പോയി. എന്നാൽ പിശാച് പേടിച്ച് പിന്മാറിയപ്പോൾ യേശു കർത്താവ് തന്റെ ആത്മാവിന്റെ ശക്തിയോടെ ജനത്തിന്റെ മധ്യത്തിലേക്ക് ചെന്ന് തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. പിശാച് അടിമകളാക്കി വെച്ചിരുന്ന, ബന്ധനത്തിലാക്കിയിരുന്ന ജീവിതങ്ങളെ യേശു കർത്താവ് വിടുവിച്ചു. യേശുവിനെ കാണുന്ന മാത്രയിൽ തന്നെ ഭൂതം ബാധിച്ചവർ അലറുന്നു: യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? നീ ദൈവപുത്രൻ എന്ന് ഞങ്ങൾ അറിയുന്നു. ഇപ്പോൾ ഞങ്ങളെ വിട്ടയക്കരുതേ എന്ന് പിശാച് ബാധിച്ച മനുഷ്യർ അലറുമ്പോൾ യേശു കർത്താവ് നിന്ന് അവരെ തൊട്ട് സൗഖ്യമാക്കുന്നു. അവരെ നശിപ്പിച്ചു കൊണ്ടിരുന്ന ആത്മാവിന്റെ അവസ്ഥയിൽ നിന്ന് അവർക്കൊരു വിടുതൽ കൊടുക്കുന്നു. യേശുവിന്റെ വാക്കിനാൽ, നോട്ടത്തിനാൽ, നിഴലിനാൽ, വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടതിനാൽ, ശാസിച്ചതിനാൽ ഒക്കെയും ജനം വിടുതലും സൗഖ്യവും പ്രാപിച്ചു. പിശാച് യേശുവിനെ വിട്ട് കുറെ കാലത്തേക്ക് വിട്ടുമാറിയെങ്കിലും യേശു കർത്താവ് ആത്മശക്തിയോടെ അവന്റെ കുടിയിരിപ്പ് സ്ഥലങ്ങളിൽ ചെന്ന് ജനത്തെ വിടുവിച്ച് എടുത്തുകൊണ്ടുവന്നു. യേശു കർത്താവ് താൻ വന്നതിന്റെ ഉദ്ദേശവും ലക്ഷ്യവും നിവർത്തീകരിക്കുവാൻ ഓരോ നിമിഷവും വളരെ ആത്മശക്തിയോടെ പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും പിശാചിനെ ജയിച്ചു മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ പിശാച് അവന്റെ പ്രവൃത്തി മറ്റുള്ളവരിൽ കൂടി നടത്തിക്കൊണ്ടിരുന്നു. പലതരത്തിൽ യേശുവിനെ കൊല്ലാൻ നോക്കി, കല്ലെറിഞ്ഞു കൊല്ലാൻ നോക്കി, തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. അവസാനമായി യേശു കർത്താവിന്റെ ശിഷ്യനായ യൂദായിൽ പിശാച് കയറി കർത്താവിനെ 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്തു ചുംബനത്താൽ കാണിച്ചു കൊടുത്തു. പിശാച് വിചാരിച്ചു യേശുവിനെ എങ്ങനെയെങ്കിലും തകർത്ത് കളഞ്ഞാൽ മതിയെന്ന്. അതിനുവേണ്ടി തന്നെ പടയാളികളുമായി, അവരുടെ സകല ആയുധങ്ങളുമായി, കുന്തവും വടിയും വാളും തീയും സകല സന്നാഹത്തോടും കൂടി കർത്താവിനെ പിടിച്ചു കൊണ്ടുപോകുവാൻ വന്നു. കർത്താവിന്റെ വചനം പറയുന്നു, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അത്രേ അവൻ വരുന്നത്. അതെ, പിശാച് ഒരുവനെ തകർക്കണമെന്ന് കരുതിയാൽ അവനെ മുഴുവനുമായും നശിപ്പിച്ച് അവൻ മടങ്ങും. എന്നാൽ യേശു കർത്താവിന്റെ കാര്യത്തിൽ അവന് തെറ്റിപ്പോയി. പിതാവാം ദൈവം സകല മാനവരാശിയുടെയും രക്ഷയ്ക്കായി പാപമില്ലാത്തവനെ സകലരുടെയും പാപം വഹിച്ച് കർത്താവിനെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തു. തന്റെ ദൗത്യം ക്രൂശിൽ യേശു കർത്താവ് പൂർത്തീകരിച്ചു. കർത്താവിനെ എങ്ങനെയെങ്കിലും തകർത്ത് കളയണമെന്നേ പിശാചിനുണ്ടായിരുന്നുള്ളൂ. അതിനു മീതെയുള്ള കാര്യങ്ങൾ അവന് വ്യക്തമല്ലായിരുന്നു. പാതാളത്തെയും മരണത്തെയും പിശാചിന്റെ സകല വാഴ്ചകളെയും അധികാരത്തെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പിശാചിനെയും അവന്റെ കൂട്ടരെയും പരസ്യ കാഴ്ചയാക്കി. അതുകൊണ്ട് പിശാചിന് ഒരു എതിർവാദം പറവാൻ ഇല്ലാതെയായി. പാപമില്ലാത്തവൻ പാപം ആക്കപ്പെട്ടു. ആ പാപമാക്കപ്പെട്ട യേശുക്രിസ്തു മുഖാന്തരം മരണത്തിൽ നിന്ന് ജീവൻ നൽകി ജനത്തെ വീണ്ടെടുത്തത് എങ്ങനെ പരിഹരിക്കപ്പെട്ട് കുറവ് തീർക്കുവാൻ പിശാചിന് കഴിയും? യേശു കർത്താവ് തന്റെ ജീവൻ കൊടുത്ത്, തന്റെ രക്തം കൊടുത്ത് സകല മനുഷ്യരെയും തങ്കലേക്ക് ആകർഷിക്കപ്പെടുകയും അവരെ വീണ്ടും തന്റെ ദൈവമക്കളാക്കി തീർക്കുകയും ചെയ്തു. അതുകൊണ്ട് പിശാചിന് മനുഷ്യന്റെ മേൽ യാതൊരു അവകാശവും അധികാരവും ഇല്ലാതെയായി. യേശുവിന്റെ രക്തം എന്നും അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിനാൽ പിശാച് തോറ്റവനായി മാറി. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവം ഏകൻ എന്ന് പിശാചുക്കളും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന്. യേശു കർത്താവിന്റെ ഉയർപ്പോടുകൂടി സകല മാനവരാശിയും അവന്റെ രക്തത്തിന് അവകാശികളായി തീർന്നു.
എന്നാൽ ഇന്ന് എത്രത്തോളം ഈ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇരുട്ടിന്റെ അഗാധതയിലേക്ക് പിശാചിന്റെ തന്ത്രത്തിൽ വീണുപോകുന്ന സമൂഹത്തെ എവിടെയും നാം കാണുന്നു. പിശാചിന്റെ വാദങ്ങളെയെല്ലാം തകർത്ത് യേശു കർത്താവ് ക്രൂശിൽ ജയിച്ചു. ആ ജയത്തിന്റെ ശക്തി നമ്മുടെ മാനവരാശിയുടെ നിത്യതയാണ്. പിശാചും അവന്റെ കൂട്ടരും അധമ നരകത്തിന് യോഗ്യരായി തീർന്നപ്പോൾ കർത്താവിന്റെ ക്രൂശീകരണം കൊണ്ട് മാനവരാശിക്ക് നിത്യമായ സ്വർഗരാജ്യം അല്ലെങ്കിൽ നിത്യത അവകാശമായി ലഭിച്ചു. അതുകൊണ്ട് ജയിച്ചവന്റെ ശക്തിയും ബലവും ആത്മധൈര്യവുമാണ് ദൈവജനത്തിനുള്ളത്. ഒരു തരത്തിലും അവനെ തകർക്കാനോ മുടിക്കാനോ പിശാചിന് കഴിയില്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി വീണ്ടെടുക്കപ്പെട്ട ജനം ദൈവമക്കൾ ഈ ലോകത്തിൽ യേശുവിന്റെ അധികാരമുള്ളവരാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അവ ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. അങ്ങനെ യേശു ക്രിസ്തുവിൽ കൂടെ അധികാരത്തിൽ നാം മുൻപോട്ട് ധൈര്യത്തോടെ ജീവിക്കുവാൻ തയ്യാറായാൽ റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണുന്നു: സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും എന്ന്. യേശു ക്രിസ്തു നമുക്ക് നൽകി തന്ന ജയിച്ച ശക്തിയോടെ ജീവിക്കണമെങ്കിൽ, ആ നിത്യത കരസ്ഥമാക്കണമെങ്കിൽ ഹൃദയം കൊണ്ട് യേശു ക്രിസ്തു തന്നെ ഏകരക്ഷകനും ഏക സത്യനിത്യ ദൈവവുമെന്ന് വിശ്വസിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റ് ദൈവസഭയോട് ചേർന്ന് ജീവിച്ചാൽ ജയിച്ചവന്റെ ശക്തിയോടെ നിത്യതയെ അവകാശമാക്കി തീർക്കുവാൻ സാധിക്കും. അതിനായി എല്ലാ സഹോദരങ്ങളെയും യേശു ക്രിസ്തു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.